മാനന്തവാടിയെ വിറപ്പിച്ച ഇന്നലെ ഒരാളുടെ ജീവൻ അപഹരിച്ച കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. ദൗത്യസംഘം മൊഴയാനയുടെ അടുത്തെത്തി. ബാവലി സെക്ഷനിലെ വനമേഖലയിലാണ് കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. കുങ്കിയാനകളെയും സ്ഥലത്തെത്തിച്ചു. ആനയെ മയക്കുവെടിവെക്കാനുള്ള സംഘവും സ്ഥലത്തെത്തി. അതേസമയം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനനും ശ്രീജിത്തും ചേരുന്നുണ്ട്. പ്രജിത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ മയക്കുമരുന്ന് സംഘം ആനയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഫോറസ്റ്റ് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്തിനകം തന്നെ ആനയെ മയക്കുമരുന്നിലേക്ക് പറഞ്ഞ ശേഷം ആനയെ കുടിയാനകളുടെ സഹായത്തോടെ ഈ റോഡിലേക്ക് കൊണ്ടുവരും. അവിടെ വെച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകും എന്നതാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി കാട്ടിക്കുളം ഭാഗത്തിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. വാഹനങ്ങളെല്ലാം പോലീസും മേഖലയിലേക്ക് കയറ്റി വിടുന്നില്ല. കാരണം ആന അത്യധികം അപകടകാരിയായ ആനയെന്നാണ് ഇതിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു യാത്രാ നിരോധനം ഈ റൂട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കുങ്കിയാനകളെ ഈ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. മയക്കുവെടി വെച്ചാൽ ഉടൻ തന്നെ കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ ഈ പറഞ്ഞ രീതിയിൽ വാഹനത്തിലേക്ക് കയറ്റും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ കുങ്കിയാനകളെ അവിടെ ഈ ആനയുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മയക്കുവെടി സംഘം മൊഴയാനയുടെ തൊട്ടെത്തി എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അപ്ഡേഷനായി നമുക്ക് അല്പസമയത്തിനകം തന്നെ ആനയെ മയക്കുവെടി വെക്കാനാണ് ഇപ്പോൾ സാധ്യത തീരുമാനിച്ചത്. കാട്ടാനയുള്ളത് വനമേഖലയിലാണ്. പക്ഷേ വനമേഖലയുടെ അടുത്ത്, അതായത് ഈ പറഞ്ഞ വനമേഖലയുടെ അടുത്ത് തന്നെ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആന ജനവാസ മേഖലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ച് തന്നെയാണ് ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആനയെ ഈ പറഞ്ഞ റോഡിലേക്ക് തുരത്തുക എന്നുള്ളൊരു ദൗത്യം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആന ഈ മയക്കുവെടി വെക്കുന്നത് ഈ ഉൾക്കാട്ടിൽ വെച്ചാണെങ്കിൽ ആനയെ ഒരിക്കലും നമുക്ക് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് പുറത്തേക്ക് എത്തിക്കുന്നതൊക്കെ വലിയ പ്രയാസമേറിയ കാര്യമായിരിക്കും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ ആനയെ സുരക്ഷിതമായി ഈ റോഡിലേക്ക് എത്തിച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ റോഡിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി പുത്തങ്കയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ. എന്തായാലും ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. ഉദ്യോഗസ്ഥർ മയക്കുവെടി സംഘം അവരുടെ സ്പെഷ്യലിസ്റ്റുകളെല്ലാം ഈ ആനയുടെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ മയക്കുവെടി വെക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാത്രങ്ങളെ അടക്കം അങ്ങോട്ട് പ്രവേശിക്കാനോ മേഖലയിൽ പോലും പ്രവേശനം അനുവദിക്കാത്ത സാഹചര്യം പ്രത്യേകിച്ച് ഈ വാഹനങ്ങളെല്ലാം തടഞ്ഞിട്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്കടക്കം പ്രവേശനം അങ്ങോട്ട് അനുവദിച്ചിട്ടില്ല. എന്തായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആനയെ പിടിക്കുക എന്നുള്ളതാണ് ഇവർക്ക് മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഇത്രയും നേരം വൈകിയത് കാരണം ഉച്ചയ്ക്കൊന്നും ആനയെ മയക്കുവെടി വെക്കാനുള്ള ഒരു ധൈര്യം കഴിഞ്ഞ തവണ ഈ തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന വിവാദങ്ങൾ, വിമർശനങ്ങൾ, അതിനൊക്കെ ശേഷം ഉച്ച സമയത്ത് ആനയെ മയക്കുവെടി വെക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തു. ഒന്ന് വെയിലൊന്ന് താഴാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതാണ് ഈ 3 മണിക്ക് ശേഷം എന്നുള്ള ഒരു സമയക്രമത്തിലേക്ക് ഈ വനം വകുപ്പ് പോയിരിക്കുന്നു. എന്തായാലും മയക്കുവെടി സംഘം ഇപ്പോൾ ആനയുടെ മുന്നിലെത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഈ മേഖലയെ മുഴുവൻ ഒരു ആശങ്കയിലാക്കി നിർത്തിരുന്ന ഒരു ദൗത്യത്തിന് അതിനൊരു ക്ലൈമാക്സ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയേണ്ടത്. എന്തായാലും ഈ വയനാട് മൈസൂർ പാതയിലുമെല്ലാം ഈ സ്ഥലത്തെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഡിലേക്ക് ഒന്നും വാഹനങ്ങൾ നിർത്തി കാഴ്ച കാണാനുള്ള രീതിയിലേക്കൊന്നും ആളുകൾ വരരുത്, ആനയെ തിരഞ്ഞു പോകരുത്, ആനയുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത്, വനാവാസ മേഖലയിലേക്കും പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മയക്കുവെടി വെച്ചാലും വലിയ രീതിയിൽ ആന ഈ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം ഇതിന് മുൻപ് ഈ ആനയെ പിടികൂടിയ സമയത്തും ഈ മയക്കുവെടി വെച്ച സമയത്ത് ആന വളരെ ഈ വലിയ അക്രമ സ്വഭാവം കാണിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മണിക്കൂറുകളോളം ഈ ആനയെ മയക്കുവെടി ഏറ്റിട്ടും ഓടിയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം വലിയ അപകട സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള മുൻകരുതലുകളും സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത്. ഇനി ഏതാനും ഒരു അത്രയധികം സമയം വേണ്ടിവരുമെന്ന് നമ്മൾ കരുതുന്നില്ല. അതിന് മുൻപ് തന്നെ ആനയെ ഈ മയക്കുവെടി വെക്കാനുള്ള സാധ്യതയാണ്. എന്തായാലും അതിനുള്ള സൗകര്യവും സംവിധാനവും എല്ലാം ആ മേഖലയിൽ ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ ഈ പറഞ്ഞ രീതിയിൽ ആനയെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സ്ഥലമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മയക്കുവെടി വെക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. എന്തായാലും ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പ്രദേശത്ത് നിന്നും പുറത്ത് എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. ഈ ഫയർഫോഴ്സ് ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസും ആനയെ മയക്കുവെടി വെക്കുന്ന വിദഗ്ധ സംഘവും അവർ
അവർക്ക് ഒപ്പമുള്ള ഡോക്ടർമാരും മറ്റ് വനംവകുപ്പ് വാച്ചർമാർ എന്നിവർ പിന്നെ കുങ്കിയാനകൾ മാത്രമാണ് ഈ മേഖലയിൽ ഇപ്പോഴുള്ളത്. ബാക്കി എല്ലാവരെയും മാധ്യമപ്രവർത്തകരെ അടക്കം ആ മേഖലയിൽ നിന്ന് പുറത്താക്കി രാവിലെ മുതൽ തുടരുന്ന ആ ഉദ്വേഗജനകമായ ഒരു ദൗത്യം അത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിലെ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ റേഡിയോ കോളർ ട്രാക്കിംഗ് അടക്കം പല സമയത്തും വനംവകുപ്പിന് വീഴ്ച വന്നിട്ടുണ്ടായിരുന്നു. ആന എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ ഒരു തവണ ലഭിച്ച സിഗ്നൽ പിന്നീട് ലഭിച്ചത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ആനയുമായി ഈ ആനയെ ട്രാക്ക് ചെയ്യുന്നതിലും കണ്ടെത്തുന്നതിലും ഒക്കെ ഇക്കാര്യത്തിൽ കുറച്ചധികം വീഴ്ചകളൊക്കെ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒടുവിൽ ആനയെ കണ്ടെത്തുകയും അതിനെ കൃത്യമായി എവിടെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ആനയെ ആ ഭാഗത്തേക്ക് പോയി ആനയെ കണ്ടെത്തുന്നു. ആനയെ കണ്ടെത്തിയതിനു ശേഷം മറ്റ് വിദഗ്ധ സംഘത്തെ അങ്ങോട്ട് എത്തിക്കുന്നു, ആനയെ നിരീക്ഷിക്കുന്നു. അതിനുശേഷം കുങ്കിയാനകൾ അടക്കമുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമായി അവിടെ എത്തുന്നു, മയക്കുവെടി സംഘം എത്തുന്നു. അങ്ങനെ കൃത്യമായ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടാണ് ഈ മണിക്കൂറുകൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആനയെ മയക്കുവെടി വെക്കുമെന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ അജീഷിനെ ചവിട്ടിക്കൊന്ന കാട്ടാന അത് പിന്നീട് ഈ അജീഷിന്റെ മേഖലയിൽ നിന്ന് ആ സ്ഥലത്ത് നിന്നും ഇപ്പോൾ ഈ ബാവലി മേഖലയിലേക്ക് കടന്നു വന്നത്, ബാവലി ഡിവിഷനുള്ള വന മേഖലയിലേക്ക് കടന്നു വന്നത് ഇന്ന് ആന തുടർച്ചയായി മണിക്കൂറുകളോളം സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഓരോ തവണയും ആന എവിടെയാണ്, എന്നാണ്, എങ്ങനെയാണ് എന്നുള്ളൊരു വിവരം പോലും ഇവർക്ക് ഉദ്യോഗസ്ഥർക്ക് ഒന്നും കിട്ടാത്ത രീതിയിൽ ആന തുടർച്ചയായി അതിന്റെ റൂട്ട് മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി ഒരു വിവരം പോലും പലപ്പോഴും ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആനയെ തിരഞ്ഞ ഉദ്യോഗസ്ഥർ എത്തുന്ന സമയത്ത് ആന അവിടുന്ന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഏറെ മണിക്കൂറുകൾ നീണ്ടു നിന്ന ഒരു ദൗത്യം, ആ ദൗത്യത്തിനൊടുവിൽ ആനയെ മയക്കോടി വെക്കാൻ സംഘം തയ്യാറെടുക്കുന്നു. അതിനായുള്ള നടപടിക്രമങ്ങളും എല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആനയെ മയക്കോടി വെക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി, ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ഒരു സുരക്ഷാ ദൗത്യം ഒക്കെ ഏത് തരത്തിലാണ്? കാരണം ഒരാളുടെ ജീവൻ അപഹരിച്ച ഒരു കാട്ടാനയാണ്, വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിനിടയാക്കിയ ഒരു കാട്ടാന. വലിയ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഈ വനം വകുപ്പിലെയും ദൗത്യ സംഘത്തിലെയും ജീവനക്കാർ കാടിനുള്ളിലേക്ക് പോയിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ദൃശ്യങ്ങളിൽ തന്നെ അറിയാം, വലിയ മോഴയാനയാണ്. മോഴയാനയാകുമ്പോൾ അത്രയ്ക്ക് അഗ്രസീവ് ഉണ്ട്, അത്തരത്തിൽ രോഷമുള്ള ഒരു ആനയായിരിക്കും. ഈ ആനയുടെ ചരിത്രം തന്നെ അങ്ങനെയാണ്. ഈ വനം വകുപ്പിലെ കർണാടക വനംവകുപ്പ് അധികൃതർ ഇത്തരത്തിൽ ഈ ആനയെ പിടികൂടാൻ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാൻ കാരണം തന്നെ കർണാടകയിൽ ഈ ആന ഉണ്ടായിരുന്ന സമയത്ത് ഒരു കാപ്പിത്തോട്ടത്തിന് സമീപമുള്ള ഒരു വീട്ടിനുള്ളിൽ കയറി ഒരു വൃദ്ധയെ പൂർണ്ണമായി ചവിട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴായിരുന്നു ഈ ആനയെ പിടികൂടി കർണാടക വനംവകുപ്പ് ഇത്തരത്തിൽ ഈ കാട്ടിലേക്ക് വയനാടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ തുറന്നുവിട്ടത്. അതിനാൽ തന്നെയായിരുന്നു ഈ ആനയെക്കുറിച്ച് പൂർണ്ണമായും പഠിച്ച് പൂർണ്ണമായി വ്യക്തത വരുത്തിയതിനു ശേഷമായിരുന്നു ഇത്തരത്തിൽ ദൗത്യത്തിലേക്ക് നിലവിൽ സംഘം കടന്നിരിക്കുന്നത്. നാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മണിയോടെ തന്നെ ഈ ആനയെ ട്രാക്ക് ചെയ്തിരുന്നെങ്കിലും നിലവിലെ കാലാവസ്ഥ വെച്ച് എന്തായാലും 3:30-4 മണിയോടെ ഈ ആനയെ എന്തായാലും മയക്ക് വെടി വയ്ക്കാൻ കഴിയുള്ളൂ. കാരണം ഈ കാലാവസ്ഥയും ചൂടുള്ള സമയത്ത് ആനയ്ക്ക് ഇത്തരത്തിൽ വെടിവെക്കുമ്പോൾ ആനയ്ക്ക് നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ശരീരത്തിൽ നിന്നും വെള്ളത്തിന്റെ കുറവ് സംഭവിക്കാം, അത് മരണത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനാൽ തന്നെയാണ് വനംവകുപ്പ് അധികൃതർ നിലവിൽ കാത്തിരിക്കുന്നത്. ഈ ചൂട് കുറയുന്നതോടുകൂടി കൃത്യമായ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഈ ആനയെ കൃത്യസമയത്ത് തന്നെ മയക്ക് വെടിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് വനംവകുപ്പ് അധികൃതർ. നിലവിൽ ഈ ആനയെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, കുങ്കിയാനകളെ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം വെറ്റിനറി ഡോക്ടർമാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തിലെ വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. കാരണം നാം ഇതിനു മുമ്പ് നടന്ന 2 ആഴ്ച മുമ്പ് നടന്ന ഒരു ദൗത്യം കണ്ടതായിരുന്നു. തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ ജനക്കൂട്ടം ആ മേഖലയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അത് ആനയ്ക്ക് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ദൗത്യസംഘം പരാജയത്തിലേക്ക് എത്തിയത് അന്ന് ആനയെ പിടികൂടി വിജയിച്ചെങ്കിലും പക്ഷെ അത് മരണത്തിലേക്ക് എത്തിക്കുന്ന പല കാരണങ്ങളിൽ ഒന്നായിരുന്നു അവിടെ എത്തിയ ആൾക്കൂട്ടം. അതിനാൽ തന്നെ അത്തരത്തിലൊരു വീഴ്ച പറ്റാതിരിക്കാൻ 2 ആഴ്ച മുമ്പുണ്ടായ ആനയുമായി ബന്ധപ്പെട്ട അത്തരം വീഴ്ചയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് ഈ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് അധികൃതർ കടന്നതെന്ന് മന്ത്രി പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ സൂചനയായിരുന്നു നിലവിൽ ഈ മേഖലയിലേക്കുള്ള സാധാരണ ഈ മൈസൂർ റോഡിലേക്കും ബാവലി റോഡിലേക്കും വരുന്ന വാഹനങ്ങളെ പൂർണ്ണമായും നിലവിൽ തടഞ്ഞിട്ടുണ്ട്. അതോടൊപ്പമാണ് വെറ്ററിനറി സംഘം ഈ വനത്തിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഈ 3:30-4 മണി സമയം എത്തുന്നതോടെ ഈ ആനയെ പിടികൂടാൻ കഴിയും. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, രാത്രി വൈകിയും ഇത്തരത്തിലേക്കുള്ള ഒരു ദൗത്യത്തിലേക്ക് കടക്കാൻ വനംവകുപ്പ് അധികൃതർക്ക് സാധിക്കില്ല. അതിന്റെ
കേന്ദ്ര നിർദ്ദേശങ്ങളെല്ലാം ഉണ്ട് ഇത്തരത്തിൽ ഈ ആനയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട്. കാരണം ഇരുട്ട് വീഴും മുമ്പ് ഈ ആനയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം. എന്നാൽ അതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ തവണ തണ്ണീർക്കൊമ്പനെ ഇത്തരത്തിൽ 5:30 ആദ്യം മയക്കുവെടി വെക്കുന്നത്, 5:30 തുടർന്ന് 6 മണിയോടെ രണ്ടാമതും മയക്കുവെടി വെച്ച് തുടർന്ന് 3-4 മണിക്കൂർ കാത്തിരുന്നാണ് ഈ ആനയെ ഇത്തരത്തിൽ ഈ ലോറിക്ക് സമീപം എത്തിച്ചത്. പിന്നീട് ഇത്തരത്തിൽ ബന്ദിപ്പൂറിലേക്കും പോകുന്നത്. അതിനാൽ തന്നെ ഈ പറ്റിയ സമയം 4 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയത്ത് ഇത്തരത്തിൽ ആനയെ മയക്കുവെടി വയ്ക്കുന്നു. അതിനുശേഷം കുങ്കിയാനകളെ പെട്ടെന്ന് അവിടത്തേക്ക് എത്തിക്കുന്നു. എന്നിട്ട് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ ആനയെ വാഹന സൗകര്യം ഉള്ള സ്ഥലത്തേക്ക് എത്തിച്ച് അതിനുശേഷം ഈ കാട്ടിലേക്ക് ഈ മുത്തങ്ങയിലേക്ക് മാറ്റുവാനായിരുന്നു വനം വകുപ്പിന്റെ തീരുമാനം. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് ഈ ആനയുടെ സ്വഭാവമാണ്. ഈ ആന പെട്ടെന്ന് അഗ്രസീവായി പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കുങ്കിയാനകളെ 4 എണ്ണത്തിനാണ് അവിടെ എത്തിച്ചിട്ടുള്ളത്. മുൻപ് തണ്ണീർക്കൊമ്പനെ പിടികൂടാനെത്തിയ കോന്നി സുരേന്ദ്രൻ, വിക്രം, സൂര്യ, അതോടൊപ്പം പുതുതായി ഭരതിനെയും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കാരണം ഇത് വലിയ അക്രമ സ്വഭാവമുള്ള ഒരു ആനയാണ്. അതിനാൽ തന്നെയാണ് നിലവിൽ അന്ന് 3 കുങ്കിയാനകളെ എത്തിച്ചെങ്കിൽ ഇന്ന് എത്തിച്ചിരിക്കുന്ന 4 കുങ്കിയാനകളെയാണ് ഈ മയക്കുവെടി വയ്ക്കുമ്പോൾ ഈ ആന ചിതറി ഓടാതിരിക്കാനോ അല്ലാത്ത പക്ഷം ഈ വാഹനം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ ആനയെ ഉന്തി വേഗത്തിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ 4 കുങ്കിയാനകളെ എത്തിച്ചത്. അതോടൊപ്പം തന്നെ വാഹന സൗകര്യം ഈ ആനയെ എന്തായാലും കാട്ടിനുള്ളിലാണെങ്കിലും അതിനെ തുരത്തി വാഹന സൗകര്യം ഉള്ള മേഖലയിൽ എത്തിച്ചാൽ മാത്രമേ വെടിവെക്കാൻ കഴിയൂ. കാരണം ഈ ആനയെ മയക്കുവെടി വെച്ചിട്ട് കൂടുതൽ സമയം ഇത്തരത്തിൽ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് തള്ളി നടത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല. അത് ആനയുടെ ആരോഗ്യത്തിന് തന്നെ കേടാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ തന്നെ ഇത്തരത്തിൽ എല്ലാ സൗകര്യവും ഒത്തുവന്നാൽ മാത്രമേ ഈ 4 മണിക്ക് ശേഷവും ഈ വെയിൽ താഴുന്നതോടെ മയക്കുവെടി വെക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ആതിര. പ്രജിത്തിലേക്കാണ്. പ്രജിത്ത്, ഇപ്പോൾ ആനയെ കറക്റ്റായിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? കാരണം റോഡിലേക്ക് തുരത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, മാത്രമല്ല കുങ്കിയാനകളെയും അവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. ഈ മയക്കുവെടി സംഘം ആനയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ മയക്കുവെടി സംഘം എന്തായാലും ആനയുടെ തന്നെയാണ് കുങ്കിയാനകളെയും ഈ ആനയ്ക്ക് ചുറ്റുമായി അല്ലെങ്കിൽ ആന നിൽക്കുന്ന ഭാഗത്തായി കൊണ്ടുവന്നത് വിന്യസിച്ചിട്ടുള്ളത്. മയക്കുവെടി വെച്ചതോടെ തന്നെ അങ്ങോട്ടേക്ക് നീക്കും. തന്നെ ആന വെടിവെക്കാൻ തയ്യാറെടുക്കുന്ന നിമിഷത്തേക്കിൽ തന്നെ ആനയെ അങ്ങോട്ട് ഈ പറഞ്ഞ കുങ്കിയാനകളെ അങ്ങോട്ട് എത്തിച്ചിട്ടായിരിക്കും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുക. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ആനയെ മയക്കുവെടി വെക്കുമെന്നുള്ളതാണ്, ഈ മൊഴയാനയെ മയക്കുവെടി വെക്കുമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ നിൽക്കുന്നത് ഈ ആക്ഷൻ നടക്കുന്നതിന് വേറെ ദൂരെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ സെക്കൻഡിൽ അവിടെ ഇത് നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ കുറവുണ്ട്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയെ മയക്കുവെടി വെച്ചിരിക്കും, മൊഴയാനയെ മയക്കുവെടി വെച്ചിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കഴിഞ്ഞ തവണ തണ്ണീർക്കൊമ്പൻ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടന്ന പാളിച്ചകൾ, അതിലുണ്ടായിട്ടുള്ള വിമർശനങ്ങളൊന്നും ഇത്തവണ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെയും ഈ വനംവകുപ്പിന്റെയും ഭാഗത്തുണ്ടാകുന്നത്. അതിനുള്ള പഴുതടച്ച രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് വനംവകുപ്പിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. കാരണം ആനയെ രാത്രിയിൽ ഈ രീതിയിൽ ഒരു മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആനയെ രാത്രിയിലൊക്കെയും ഈ ഓപ്പറേഷൻ നീളുകയാണെങ്കിൽ അത് ഇതിന്റെ ജീവന് തന്നെ, ഈ പറഞ്ഞ മൊഴയാനയുടെ ജീവന് തന്നെ ആപത്തുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു രണ്ടാമത് വീണ്ടും ഒരു ആനയുടെ മരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനിടെ ഒരു ആന കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് ഒഴിവാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇപ്പോൾ വനം വകുപ്പിനുണ്ട്. ആ ഒരു രീതിയിലുള്ള സംവിധാനങ്ങൾ അനുസരിച്ചാണ് അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് വനം വകുപ്പ് മുന്നോട്ട് പോകുന്നത്. കൃത്യമായ രീതിയിൽ ആനയെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ രീതിയിൽ മയക്കുവെടി വയ്ക്കുക, സന്ധ്യ മയങ്ങുന്നതിന് മുൻപ് ആനയെ ഈ ഏരിയയിൽ നിന്നും കുങ്കിയാനകളുടെ സഹായത്തോടെ ഇവിടെ നിന്നും കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ആനയെ കുറച്ച് ഈ റോഡിനോട് ചേർന്ന്, അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള കാട്ടിക്കുളത്തിൽ നിന്നും ഇവിടേക്കുള്ള പാതയിലേക്ക്, അതായത് റോഡരികിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കാട്ടിക്കുളം ബാവിലി റോഡിൽ അതിനായുള്ള ഗതാഗതമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഈ ഗതാഗതം നിരോധിച്ച് തന്നെ ആനയെ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആനയെ കൃത്യമായി റോഡിലുള്ള വശത്തേക്ക് ഇറക്കി അങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ വെച്ച് മയക്കുവെടി വെക്കാമെന്നുള്ള ഒരു ആലോചനയും ഉണ്ട്. എന്തായാലും ഏറ്റവും സൗകര്യപ്രദമായ രീതി അതാണോ, ഒന്നെങ്കിൽ കുറച്ചുകൂടെ കാട്ടിനുള്ളിൽ തന്നെ വെച്ചിട്ട് ആനയ്ക്ക് മയക്കുവെടി വയ്ക്കും, അതല്ലെങ്കിൽ ആനയെ കുറച്ച് റോഡിന്റെ ഭാഗത്തേക്ക് തുരത്തിയ ശേഷം മയക്കുവെടി വയ്ക്കും. എന്തായാലും അതിനുള്ള തീരുമാനമാണ്
നിലവിൽ കൈക്കൊണ്ടിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പ്രയോഗിക്കുക. അത് ഏറ്റവും സൗകര്യപ്രദം എന്താണോ ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. എന്തായാലും ആനയുടെ ആരോഗ്യത്തിനോ ആനയ്ക്ക് ജീവഹാനിയോ സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു പാളിച്ചകളും ഉണ്ടാകാതിരിക്കാൻ വളരെ വലിയ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളുമായിട്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഈ ആക്ഷനുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ആനയെ മയക്കൂരി വെക്കുന്ന സാഹചര്യം, ആനയുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ വീക്ഷിക്കാൻ അവിടെ ഡോക്ടർമാരടക്കമുള്ളവരുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ വയനാട് നോർത്ത് സൗത്ത് ഡിവിഷനുകളുടെ ഡിഎഫ്ഒമാരുകൾ വരെ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെയുണ്ട്. അവർ കൃത്യമായി ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആനയെ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം നേരിട്ട് തന്നെ നിയന്ത്രിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട് ആ രീതിയിലുണ്ടായ ഒരു ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ആന ഒരു കാരണവശാലും ഈ ദൗത്യത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ചു വന്നാൽ ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ട്. അതിനാൽ ആ മേഖലയിലേക്ക് ആന വേറൊരു വശത്തുകൂടി മറ്റ് ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും പല സംഘങ്ങളായി തിരിഞ്ഞ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ ഇപ്പോഴും വിന്യസിച്ചിട്ടുണ്ട്. വാച്ചർമാരുണ്ട്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുണ്ട്, അതുപോലെ തന്നെ പോലീസ് സംഘങ്ങളും പലയിടത്തായി ഉണ്ട്. അപ്പോൾ ആന ഏത് ഭാഗത്തേക്കെങ്കിലും തിരിയാതിനുള്ള ഒരു സാഹചര്യം അത് കൃത്യമായി പഴുതടച്ചുള്ള ഒരു സംവിധാനമായി തന്നെയാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ജനവാസ മേഖലയിലേക്ക് ആന തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വീണ്ടും വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായേക്കാം, ഒരു പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ആന ഏത് ഗതിയെയും മയക്കോട് വെച്ച് പിടികൂടുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് ആനയും ഇവിടെ നിന്ന് മയക്കോട് ചെയ്യിപ്പിച്ച് പിടികൂടിയില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയൊക്കെ എല്ലാവരും ജില്ലാ ഭരണകൂടമൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഈ അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാനന്തവാടി മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളിലെല്ലാം അവർ ആവശ്യപ്പെട്ടത് ഈ ആനയെ ആദ്യഘട്ടത്തിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടത് ആനയെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു. പക്ഷെ പിന്നീട് ആനയെ മയക്കോട് വെച്ച് പിടികൂടുമെന്ന സർക്കാരിന്റെ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിൽ നിന്നൊക്കെ പിന്നോട്ട് പോയത്. ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോയതിന് ലഭിച്ച ഏക ഉറപ്പ്, നാട്ടുകാർക്ക് ലഭിച്ച ഉറപ്പ് ആനയെ പിടികൂടുമെന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ ഇവിടെ ഈ പ്രദേശത്ത് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെല്ലുന്ന എത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടി കൂടിയാണ് ഈ ആനയെ മയക്കോട് വെച്ച് പിടികൂടുന്നത്. മാത്രമല്ല ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്കടക്കം കൃത്യമായി ഇതിലൊരു നിലപാടുണ്ട്. ഈ രീതിയിൽ ഇത്രയും അക്രമകാരിയായ ഒരു ആന അത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് വരുന്നതിനെ അത് അംഗീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ. കാരണം ഈ ആനയെ വീണ്ടും കർണാടക വനത്തിലേക്ക് തുരത്തി വിടുകയാണെങ്കിൽ ആന ജനവാസ മേഖലകളിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ ആനയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്, ജനവാസ മേഖലകളിലേക്ക് തിരിച്ചു വരികയും അതോടൊപ്പം തന്നെ വിവിധ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്ന ഒരു ആന അത് തിരിച്ച് ഈ മേഖലയിലേക്ക് വന്നാൽ അത് മറ്റുള്ള ഇനിയും ജീവഹാനികൾക്കൊക്കെ കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യം കൂടി പ്രാദേശിക തലത്തിലുണ്ട്. കാരണം അത്രയധികം വലിയ ജനവികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രജിത്ത് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അക്രമാസക്തനായ ഒരു കാട്ടാനയാണ്. ഈ ആനയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഒരു വയനാട്ടിൽ ഭീതി വിതച്ച, കർണാടകയിലടക്കം ഭീതി വിതച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ട ഒരു കാട്ടാന ഇവിടെ വന്നിട്ട് ഒരാളുടെ ജീവൻ അപഹരിച്ച ഒരു കാട്ടാന. ഈ ദൗത്യസംഘം അത്ര സജ്ജമാണോ? ഇന്നലെ വനംവകുപ്പ് മന്ത്രി അടക്കം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ആനയെ പിടികൂടുന്ന ഒരു ദൗത്യത്തിൽ സുരക്ഷാ ദൗത്യം ഒരു വെല്ലുവിളി തന്നെയാണ് ഈ ഒരു ആനയെ പിടികൂടുന്ന മയക്കുപിടി വെക്കുന്നതടക്കമുള്ള ഒരു കാര്യങ്ങളിൽ. അതെ, കാരണം ഈ ആന സ്വഭാവമുള്ള ഒരു ആനയാണ്, ഉണ്ടാക്കിയിട്ടുള്ള ആനയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കാരണം ഒരു സ്റ്റെപ്പ്, അതായത് കുത്തിലെ കിടന്ന ഒരു സ്റ്റെപ്പുകൾ ഓടിക്കയറി ഗേറ്റ് തകർത്ത് ഒരു വീടിനകത്തേക്ക് ആന വെച്ച് പാഞ്ഞു കയറുകയും താൻ ലക്ഷ്യമിട്ട് ആളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രയധികം അക്രമ സ്വഭാവവും ആളുകളെ കൊല്ലാനുള്ള ഒരു ടെൻഡൻസിയും ഒക്കെ കാണിക്കുന്ന ഒരു ആനയെ അത് സൃഷ്ടിക്കുന്ന അതിനെ പിടികൂടുന്നത് തന്നെ വലിയ ദുഷ്കരമായ കാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ നേരിട്ട് കണ്ടതാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ അനുഭവിച്ച ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത്. കാരണം അവർ മാധ്യമങ്ങളെ പോലും ആ മേഖലയിൽ നിൽക്കാൻ സമ്മതിക്കാത്തതിന് പിന്നിലുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത്രയധികം അപകടകാരിയാണ് ഈ ആന. ഈ ആന ഏത് നിമിഷവും എങ്ങോട്ടും തിരിയാം, ഏത് രീതിയിലും പ്രവർത്തിക്കാം. സാധാരണ ആനകളെ പോലെ ഒരു ശാന്ത സ്വഭാവം തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ പ്രകോപനങ്ങളിലൊന്നും പ്രകോപനപ്പെടാതിരിക്കുന്ന പോലെയൊന്നും അല്ല. കാര്യം ചെറിയ ഒരു പ്രകോപനം ഉണ്ടായാൽ ആന വലിയ രീതിയിലുള്ള അക്രമം കാണിക്കുന്ന ഒരു സ്വഭാവമുള്ള ആനയാണ് ഈ മൊഴയാന. മൊഴയാനകൾ പൊതുവെ ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ് ഈ ആനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധരൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ആനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പടക്കമെറിഞ്ഞ് മറ്റാനകളെ പേടിപ്പെടുത്തി അയക്കാറുണ്ട് നാട്ടുകാരൊക്കെ. പക്ഷേ ഈ ആനയ്ക്ക് നേരെ പടക്കമെറിഞ്ഞ വശത്തേക്ക് തിരിഞ്ഞ് ഓടി വരുന്ന അത്രയധികം ഒരു സ്വഭാവമുള്ള, അങ്ങനെയുള്ള ഒരു വയലന്റ് നേച്ചറുള്ള ഒരു ആനയാണ് ഈ മൊഴയാന എന്ന് പറയുന്ന, ഈ വേലൂർ മച്ച എന്ന് പറയുന്ന ആന. അപ്പോൾ
ആ രീതിയിലാണ് ആനയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഏത് രീതിയിൽ പിടികൂടുക എന്നൊരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ സംവിധാനങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. കാരണം ആന കർണാടകയിലേക്ക് കടക്കുകയാണെങ്കിൽ, കർണാടക അതിർത്തിയിലേക്ക് കടക്കുകയാണെങ്കിൽ മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാതെ, അതായത് ആനയെ അങ്ങോട്ട് ഉൾക്കാട്ടിലേക്ക് തുരത്തിവിടുന്ന രീതിയിലേക്ക് പോകാതെ ആനയെ ഈ മേഖലയിൽ തന്നെ നിർത്തി പിടികൂടുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോകാൻ കാരണവും ഈ ആനയുടെ അക്രമ സ്വഭാവമാണ്. കാരണം ആന ഇന്ന് കർണാടക വനത്തിലേക്ക് പോയി അതിനുശേഷം തിരിച്ചു വരികയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുകയും ആരെങ്കിലും ഒക്കെ ജീവനൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. കാരണം അജീഷിന്റെ മരണത്തെ തുടർന്ന് മാനന്തവാടി നഗരത്തിലുണ്ടായ പ്രതിഷേധം സബ് കളക്ടറുടെ ഓഫീസിലേക്ക് ആളുകൾ ഇരച്ചുകയറിയെത്തിയ ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന രീതിയിലേക്ക് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ. കാരണം ഒരു സബ് കളക്ടർ ഓഫീസിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറുക എന്ന് പറഞ്ഞാൽ അത് നമ്മളൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. അല്ലെങ്കിൽ അത്രയധികം വലിയ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രതിഷേധങ്ങളൊക്കെ കണ്ടുള്ളൂ. എന്തായാലും അത്രയധികം വലിയ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടാണ് ഈ വിഷയത്തിൽ ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ആ വാക്കിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വനം വകുപ്പ് പിന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്ര വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ അത്ര വലിയ ഒരു കാര്യങ്ങളൊക്കെ ഒരു സംഘർഷത്തിലേക്കൊക്കെ പോയി ചേരാവുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ബോധ്യം കൂടി ഉള്ളത് കൊണ്ടാണ് ഈ ആനയെ, ഇത്ര അക്രമകാരി ആനയെ, ഈ രണ്ട് വിഷയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആനയെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ തുരത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഈ വനമേഖലയിൽ നിർത്തിക്കൊണ്ട് തന്നെ ആനയെ മയക്കോടി വെക്കുന്ന ഒരു നിലപാടിലേക്ക് ഉദ്യോഗസ്ഥർ പോയത്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്പസമയത്തിനകം ആനയെ മയക്കുവെടി വെക്കും. നമ്മളിപ്പോഴും നമുക്ക് പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരെ അവിടെ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിമിഷം കൃത്യമായ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ച് അറിയുന്നതിന് കുറച്ച് ധാരണ കിട്ടുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എന്തായാലും ആനയെ അല്പസമയത്തിനകം മയക്കുവെടി വെക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. അതിന് രണ്ട് വഴികളാണുള്ളത്. ഒന്നെങ്കിൽ ഇപ്പോൾ ആന നിൽക്കുന്ന ഭാഗത്ത് തന്നെ നിർത്തി അവിടെ ഒരു അനുയോജ്യമായ ഒരു മേഖലയിലേക്ക് ആന എത്തുമ്പോൾ അവിടെ വെച്ച് മയക്കുവെടി വെക്കുക, അല്ലെങ്കിൽ ആനയെ കുറച്ച് ഈ റോഡിന്റെ ഭാഗത്തേക്ക് തുരത്തിയതിനു ശേഷം മയക്കുവെടി വെക്കുക. അങ്ങനെയുള്ള രണ്ട് ഓപ്ഷനുകളാണ് ഇപ്പോൾ ഈ വനം വകുപ്പിന് മുന്നിലുള്ളത്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയുമാണ്. ഇത് ഇന്നലെ മാനന്തവാടി പടമലയിൽ ഇറങ്ങിയ ആനയെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. ഈ സിഗ്നൽ ലഭിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വെക്കാനുള്ള തുടർ നടപടികളൊക്കെ ഏത് തരത്തിലായിരിക്കും? ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ്സ് ഇപ്പോൾ ലഭ്യമാണോ? ചോദ്യം വ്യക്തമായില്ല. ശ്രീജിത്ത്, കേൾക്കാമോ? ഇന്നലെ മാനന്തവാടിയെ വിറപ്പിച്ച കാട്ടാനയെ പിടികൂടാനുള്ള ഒരു ദൗത്യം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിഗ്നൽ ലഭിച്ചു എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രജിത്തിലേക്ക് തന്നെയാണ്. പ്രജിത്ത്, സിഗ്നൽ ലഭിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. മയക്കുവെടി വെക്കാനുള്ള ഒരു തുടർ നടപടികൾ ഒക്കെ ഏത് തരത്തിലായിരിക്കും? ആനയെ അടുത്തെത്തി, ഉദ്യോഗസ്ഥ ആനയുടെ അടുത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇതിന് ആനയെ മയക്കുവെടി വെച്ചാൽ ഉടൻ തന്നെ ഈ പറഞ്ഞ രീതിയിൽ കുങ്കിയാനകളെ അതിനെ ചുറ്റും എത്തിച്ച് ആന മറ്റൊരു സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പരിഭ്രാന്തയെ ഓടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാതെ ആനയെ പെട്ടെന്ന് തന്നെ ഈ കുങ്കിയാനകളുടെ നിയന്ത്രണത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കും. അതിനുശേഷം ഇവയെ ഉപയോഗിച്ച് തന്നെ ആനയെ വാഹനത്തിലേക്ക് കയറ്റി ഈ വാഹനത്തിൽ തന്നെ ആനയെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകും. എന്തായാലും അതിനു മുൻപ് ഡോക്ടർമാരുടെ പ്രാഥമിക പരിശോധനയൊക്കെ ഉണ്ടാകും. ആനയുടെ ഒരു അടിയന്തര ഒരു പെട്ടെന്നുള്ള ഒരു പരിശോധന, ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്നതടക്കമുള്ള പരിശോധനകളും ഇവിടെ വെച്ച് തന്നെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ആനയെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോവുക. അവിടെ ആനയെ നിരീക്ഷണത്തിൽ നിർത്തിയ ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ പോവുക. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാരിറ്റി ലഭിക്കേണ്ടതുണ്ട്. കാരണം ഈ ആനയെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് കുങ്കിയാനയായി പരിശീലനം നൽകുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ ആനയെ അല്പസമയത്തിനകം മയക്കുവെടി വെക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ ഉദ്യോഗസ്ഥർ പറയുന്ന ആ വാക്കിൽ വിശ്വസിച്ചാണ് ഈ നാട് മുഴുവൻ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തുടങ്ങിയ ആശങ്ക, അജീഷിന്റെ മരണത്തോടെ തുടങ്ങിയ ആശങ്ക, ആ ആശങ്കയിൽ തന്നെ ഇപ്പോഴും അജീഷിന്റെ ഈ മണിക്കൂറുകളിലും അതേ ആശങ്ക തന്നെ ഈ നാട്ടിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ അംഗീകരിക്കപ്പെട്ടെങ്കിലും നാട്ടുകാരുടെ ആവശ്യം ഇതുവരെയും നിർവഹിക്കപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ വന്യമൃഗ ആക്രമണങ്ങൾ ശാശ്വതമായി പരിഹരിക്കണമെന്ന ആ ആവശ്യത്തിൽ കൃത്യമായ നടപടികൾ എന്തുണ്ടാകുന്നു എന്നുള്ളത് കാത്തിരിക്കുകയാണ് ഈ നാട്ടുകാർ. പ്രത്യേകിച്ച് സർക്കാർ തലത്തിൽ ഉള്ള ഉറപ്പുകളും നടപടിക്രമങ്ങളും ഒക്കെ അതിന് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്ലാൻ
തയ്യാറാക്കപ്പെടേണ്ടതുണ്ട്. ഒരു പ്ലാൻ തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്തായാലും അജീഷിന്റെ മരണത്തിൽ അതിനുശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ സർക്കാരും ജനങ്ങളും തമ്മിൽ എത്തിയ ഒരു ധാരണ പോലും ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ധാരണ പാലിക്കപ്പെടുക എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ വീണ്ടും വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത തന്നെ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നടപടിക്രമങ്ങൾ അത് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അജീഷിന്റെ ഇത് മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങളും അത് ഒരു പക്ഷേ ഈ ആനയെ മയക്കുവെടി വെക്കാൻ വൈകും തോറും അത് കൂടിക്കൂടി വരാം. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ ഈ മേഖലകളിലൊക്കെ ഈ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അജീഷിന്റെ നാട്ടിലൊക്കെ ആനയെ പിടികൂടാത്തതുമായി ബന്ധപ്പെട്ട് ആനയെ മയക്കുവെടി വെക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പോലീസിനെതിരെയൊക്കെ ആളുകൾ രാത്രിയിൽ പലയിടത്തും പ്രതിഷേധം ഉണ്ടാക്കി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പലയിടത്തും എത്താത്തതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ജനങ്ങൾ പലയിടത്തും ഉദ്യോഗസ്ഥരെ തടയുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസം മാനന്തവാടി നഗരത്തിൽ കണ്ടതുപോലെയുള്ള പ്രതിഷേധങ്ങൾ, അതുപോലെയുള്ള അതിവൈകാരികമായ പ്രതിഷേധങ്ങൾ പലയിടത്തും കണ്ടു. കാരണം രാത്രിയിലൊക്കെ ആന ഇറങ്ങി ജനവാസ മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലകൾ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഒരു വഴിക്കൂടെ നടന്നു. അങ്ങനെ വ്യാപകമായ ഒരു അജിറ്റേഷൻ മോഡിൽ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ ഒരു സ്വരം എത്തിക്കൊണ്ട് ഈ മേഖലയിലെ ജനങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ആനയെ പിടികൂടാനുള്ള ദൗത്യം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ ആനയെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് നടന്നതിന് ശേഷമായിരിക്കും മറ്റ് ഈ സമരവും അല്ലെങ്കിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ജനങ്ങളുടെ ഒരു നിലപാട് അറിയുക. കാരണം ജനങ്ങൾ ഇന്ന് ആനയെ പിടിച്ചുകൂടി ഇവിടുത്തെ ഈ ആനയെ കൂടിക്കൊണ്ട് പോകുമ്പോൾ തന്നെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധം ഒന്ന് തണുക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ ആന ഈ പറഞ്ഞ രീതിയിൽ ഒരു കൊലയാളി ആന അത് നാട്ടിൽ ഈ പറഞ്ഞ വനമേഖലയിലാണെങ്കിൽ കൂടി ജനവാസ മേഖലയോട് ചേർന്ന് നിൽക്കുന്ന വനമേഖലകളിൽ കൂടി അത് ഇങ്ങനെ നിർബാധം യാത്ര തുടരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ എന്തായാലും തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഇന്ന് ആന ഇവിടെ നിന്നും പിടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഈ നിമിഷം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ശരി, ഏതായാലും മാനന്തവാടി പടമരയിൽ ഇറങ്ങിയ ആളെ കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. ദൗത്യസംഘം മോഴയാനയുടെ അടുത്തെത്തിയെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയത്. ബാവലി സെക്ഷനിലെ വനമേഖലയിലെ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. കുങ്കിയാനകളെയും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ആനയെ മയക്കുവെടി വെക്കാനുള്ള സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതേസമയം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനനും ശ്രീജിത്തും.